വലിയ വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. വാജിവാഹനത്തിന്റെ അവകാശി തന്ത്രി കണ്ഠരര് രാജീവരല്ല. വാജിവാഹനം ശബരിമലയിൽ നിന്ന് സന്നിധാനത്ത് നിന്ന് പുറത്തു കൊണ്ടുപോയത് ക്രമവിരുദ്ധമായാണെന്ന് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇക്കാര്യത്തിൽ നേരത്തെ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനമുണ്ട്, അതിനനുസരിച്ചുള്ള ഉത്തരവുണ്ട്. ആ ഉത്തരവിന് വിരുദ്ധമായാണ് തന്ത്രിക്ക് 2017 ഈ വാജിവാഹനം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് അന്നത്തെ ദേവസ്വം ബോർഡ് ചെയർമാൻ പ്രയാർ ഗോപാലകൃഷ്ണൻ അനുമതി നൽകിയത്. അന്ന് ദേവസ്വം ബോർഡിൽ അംഗമായിരുന്നു കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ എന്ന കാര്യമാണിപ്പോൾ പുറത്തുവരുന്നത്. ശബരിമലയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് രാഷ്ട്രീയാതീതമായി തന്നെ നീളുകയാണ് എന്ന വിവരമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. വാജിവാഹനം കൊണ്ടുപോയത് ചട്ടവിരുദ്ധമായാണ്, തനിക്കാണ് അതിൻ്റെ ഉടമസ്ഥാവകാശമെന്നായിരുന്നു നേരത്തെ തന്ത്രി കണ്ഠരര് രാജീവര് അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഉടമസ്ഥാവകാശമില്ല, അത് ദേവസ്വം ബോർഡിൻ്റെ മുതലാണ്. ആ മുതൽ അനധികൃതമായി കൈമാറുകയാണ് ചെയ്തത് എന്ന കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം BJP നേതാവ് ഡോക്ടർ KS രാധാകൃഷ്ണൻ തന്നെ ഇക്കാര്യത്തിൽ വിശദമായ പോസ്റ്റ് ഇട്ടിരുന്നതാണ്. അതായത് ഇങ്ങനെ വാജിവാഹനം പുറത്തേക്ക് കൊണ്ടുപോകാൻ തന്ത്രിക്ക് യാതൊരു അവകാശവുമില്ല എന്ന് അദ്ദേഹം തന്ത്രസമുച്ചയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിലെ ക്രമക്കേട്, വാജിവാഹനം എങ്ങനെയാണ് ഈ അനധികൃതമായി തന്ത്രി പുറത്തേക്ക് കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം അതിൽ വിശദീകരിച്ചിരുന്നതുമാണ്. ഒരു കാരണവശാലും അങ്ങനെ കൊണ്ടുപോകാനുള്ള അനുമതി അദ്ദേഹത്തിനില്ല, അതിനുള്ള അർഹതയും തന്ത്രിക്കില്ല എന്ന കാര്യവും ഡോക്ടർ KS രാധാകൃഷ്ണനും ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിന് വിരുദ്ധമായാണ് അന്ന് ഈ വാജിവാഹനം കൈമാറ്റം ചെയ്തത്. ഈ കൊണ്ടുപോയ വാജിവാഹനം തന്നെ, അതിൽ തന്നെ പല ക്രമക്കേടുകളും നടന്നിരുന്നു. തന്ത്രി ആ നിലയിൽ വാജിവാഹനം കൊണ്ടുപോകുന്നതിന് ചില ക്രമക്കേടുകൾക്ക് നേതൃത്വം നൽകി എന്ന കാര്യവും ഡോക്ടർ KS രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയതാണ്. അത് ഈ നേരത്തെ തന്നെ ഇതിൻ്റെ ചിതലെടുത്ത് ജീർണാവസ്ഥയിലേക്ക് ഈ സ്വർണ്ണ കൊടിമരം പോകുന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇതിനുള്ള ഈ വാജിവാഹനം കൊണ്ടുപോകുന്നതിനുള്ള അരങ്ങൊരുക്കിയത് എന്നും ഡോക്ടർ KS രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. പക്ഷേ ഈ ചിതലെടുത്തു എന്ന് പറയുന്ന ഭാഗം അത് കോൺക്രീറ്റിൽ തീർത്തതായിരുന്നു. അത് അക്കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കൊടിമരം ജീർണിക്കുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞത്. മാത്രമല്ല, തന്ത്രസമുച്ചയ പ്രകാരം അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഇതൊക്കെ, അതായത് ഈ ജീർണിച്ച ഭാഗങ്ങളൊക്കെ അത് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യേണ്ടത്. അത് തടിയിലുള്ളതാണെങ്കിൽ അത് ദഹിപ്പിക്കണം, മറ്റ് കോൺക്രീറ്റ് ആണെങ്കിൽ അത് പൊടിച്ച് കളയണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ നിലയിൽ പറയുന്നത്. അത് പക്ഷേ തന്ത്രസമുച്ചയത്തിലടക്കം പറയുന്നത്. പക്ഷേ അതിനു വിരുദ്ധമായി ഈ വാജിവാഹനം പുറത്തേക്ക് കൊണ്ടുപോയി എന്നതാണ് തന്ത്രി കണ്ഠരര് രാജീവര് ചെയ്ത ചില ഗുരുതരമായ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നും ഡോക്ടർ KS രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് ഉൾപ്പെടെ അതിൻ്റെ പകർപ്പുൾപ്പെടെയാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ചട്ടവിരുദ്ധമായാണ്, നിയമവിരുദ്ധമായാണ് ഈ തന്ത്രി കണ്ഠരര് രാജീവർ അവിടെ നിന്ന് വാജിവാഹനം പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. ഷഫീദ് റാവുത്തർ ലൈനിൽ തുടരുന്നുണ്ട്. ഷഫീദ്, ഗുരുതരമായ ആരോപണം ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. ഷഫീദ് റാവുത്തർ ഇതിൻ്റെ ഉത്തരവ് നേരത്തെയുള്ള 2012 തീരുമാനം പിന്നീട് 2017 ഇത് കൈമാറുന്നു. അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് ചെയർമാനാണ്. അങ്ങനെ ഇപ്പോഴുള്ള ഈ ശബരിമലയിലെ തട്ടിപ്പിൻ്റെ വ്യാപ്തി അങ്ങനെ പിന്നിലേക്ക് പോകുമ്പോൾ അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, അല്ലെങ്കിൽ എല്ലാ പാർട്ടികളിലെയുമുള്ള നേതാക്കളൊക്കെ അവർ ചേർന്നുകൊണ്ടോ മനഃപൂർവ്വം ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ ചേരാതെയോ ഏതായാലും ഈ കൊള്ളയ്ക്ക് അവിടെ കൂട്ടുനിൽക്കുകയായിരുന്നു എന്നല്ലേ പുറത്തുവരുന്ന വിവരം? ഉറപ്പായിട്ടും അതൊന്നുകിൽ ഈ ഉത്തരവുകൾ ലംഘിച്ച് നടത്തിയിട്ടുള്ള ചില നീക്കങ്ങൾ, അതല്ലെങ്കിൽ ഇപ്പൊ വ്യക്തിപരമായ ലാഭങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള നീക്കങ്ങൾ എന്ന് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ വളരെ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിന്റെ പൂർണ്ണ പകർപ്പ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൽ എങ്ങനെയാണ് തന്ത്രിക്ക് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് കൊടുത്തുവിടേണ്ടത്, ക്ഷേത്രമതിലിനകത്തുള്ള ആചാര വിഷയങ്ങളിൽ തന്ത്രിയുടെ അഭിപ്രായം ആരാഞ്ഞിരിക്കണം, നിർമ്മാണ വിഷയങ്ങളിൽ തുടക്കത്തിലും രൂപരേഖ തയ്യാറാക്കി സ്ഥാനം നിശ്ചയിച്ച ശേഷവും തന്ത്രിയുടെ അഭിപ്രായം ആരായണം, വിശദീകരണം ആവശ്യപ്പെട്ട് തന്ത്രി
ഉദ്യോഗസ്ഥർ നൽകുന്ന കത്തുകൾക്ക് 7 ദിവസത്തിനകം മറുപടി നൽകേണ്ടതാണ്. ക്ഷേത്രങ്ങളിലെ ഓരോ പദ്ധതി സംബന്ധിച്ചും രൂപരേഖ തയ്യാറാക്കുമ്പോൾ അതത് ക്ഷേത്രത്തിന്റെ കോലളവിലുള്ള ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും അതിന്റെ പൂർണ്ണ പകർപ്പ് അതിന്റെ നാൾ വഴിയാണ് വരുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ 2012 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പുറത്തിറങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഉത്തരവുകളുടെ പകർപ്പ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ പറയുന്നുണ്ട് ഏത് വിധത്തിലാണ് തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങളിലെ അവകാശങ്ങൾ ഉള്ളത്. അതേസമയം വാജിവാഹനത്തിൽ തന്ത്രിക്ക് അവകാശമുണ്ടെന്ന് പറയാൻ ഈ ഉത്തരവ് പ്രകാരം കഴിയുന്നില്ല. അതിനുശേഷം മറ്റേതെങ്കിലും തരത്തിലുള്ള ഉത്തരവ് ഉണ്ടായിട്ടുണ്ടോ, ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് SIT ഇപ്പോഴും കരുതുന്നുണ്ട്. SIT ഉത്തരവുകൾ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ പരിശോധന നടക്കുന്ന സമയത്താണ് വാജിവാഹനം അവിടെ നിന്ന് കണ്ടെടുക്കുന്നത്. അതിനുശേഷമാണ് ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാ ഗോപാലകൃഷ്ണൻ അതേപോലെ തന്നെ ബോർഡംഗം അജയ് തറയിൽ എന്നിവർ ചേർന്നുകൊണ്ട് ഇത് തന്ത്രിക്ക് കൈമാറുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പുറത്തേക്ക് വരുന്നത്. പഴയ കൊടിമരം മാറ്റുന്നതിന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഇത് വലിയ വിവാദവും ചർച്ചകളുമായി മാറുകയായിരുന്നു. കൊടിമരത്തിന്റെ അടിഭാഗത്തിന് ഒരു കുഴപ്പവുമില്ല ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. എന്നാൽ സ്വർണം പൊതിഞ്ഞ പഴയ കൊടിമരത്തിന്റെ അടിഭാഗം ദ്രവിച്ചെന്ന് പറഞ്ഞായിരുന്നു വൻ തുക ചെലവഴിച്ച് 2017 പുതിയ കൊടിമരം സ്ഥാപിച്ചത്. ഇതാണ് ദുരൂഹതയടക്കം വർദ്ധിക്കാൻ കാരണം. മാത്രവുമല്ല നിലവിലിപ്പോൾ ഈ അജിത് അറയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ശില്പി മഹേഷ് പണിക്കർ കൂടി ചേരുകയാണ്. മഹേഷ് പണിക്കർ, ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ശബരിമലയിലെ വാജി വാഹനം അത് കൈമാറിയത് 2017 കൈമാറിയത് അനധികൃതമായാണ്. അതിനുള്ള അവകാശം വാജിവാഹനം കൈവശം വയ്ക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്നായിരുന്നു നേരത്തെ തന്ത്രി കണ്ഠരര് രാജീവർ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ പിന്നീട് അത് ദേവസ്വം ബോർഡിന് കൈമാറാം എന്ന നിലയിലേക്ക് അദ്ദേഹം എത്തി. അത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് അത്തരത്തിലുള്ള ഒരു തൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഉദാര സമീപനം എന്ന നിലയിൽ അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിലേക്കൊക്കെ എത്തിയ എന്നായിരുന്നു പൊതുസമൂഹം കരുതിയിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്കാണ് ഈ കൊള്ളയുടെ വ്യാപ്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ചട്ടവിരുദ്ധമായും നിയമവിരുദ്ധമായും ഇത് കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് രാജഗോപാൽ സാർ പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു തന്ത്രി സമാജവുമായിട്ട് ഇങ്ങനെ അവരുടെ അവകാശങ്ങളും അവരുടെ വേതനവും ഏകദേശം 400 രൂപ ഉള്ള സാധനം 1500 രൂപയും ഒരു മുണ്ടെന്നുള്ളത് കുറച്ച് മുണ്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും പിന്നെ ഇത്തരം അതായത് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട പഴയ 16-ാം നൂറ്റാണ്ടിലൊക്കെയുള്ള തന്ത്രസംശയമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില രീതികളിൽ പെട്ടിട്ട് ചില ഊരാഴ്മയുള്ള സ്ത്രീകോലുകളിൽ സാധാരണ തന്ത്രിമാരിങ്ങനെ പഴയ വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ആ രീതി അവസാനിപ്പിക്കണമെന്നും അങ്ങനെയുള്ള ആവശ്യമില്ലെന്നും പറഞ്ഞിട്ട് ഇവർ പരസ്പരം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാറാണ്. ഈ കരാറിനെ കുറിച്ച് വ്യക്തമായിട്ട് ബോധ്യമുള്ളപ്പോൾ തന്നെയാണ് ഇവർ 2017 ഇത് ചെയ്തിരിക്കുന്നത്. അത് ഗുരുതരമായ ഇത് തന്നെയാണ്. കാര്യം ഇപ്പം റെക്കോർഡായിട്ട് തന്നെ വന്നിരിക്കുകയല്ലേ. അപ്പൊ അജിത്രയിലൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നത് ഇങ്ങനെ ഒരു സാധനം ഇല്ലെന്നാണ്. കാര്യം അവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷെ ഇങ്ങനെ വ്യക്തമായ ഒരു നിയമമായിട്ട് തന്നെ ഉള്ളപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു കരാറായിട്ട് തന്നെ ഉള്ളപ്പോഴത്തേക്ക് അതിനെ ലംഘിക്കത്തക്ക രീതിയിൽ ഇപ്പോഴത്തെ ബോർഡ് അല്ലെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഉൾപ്പെടെയുള്ള ഒരു ബോർഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ അതിന് വ്യക്തമായ അവരുടെ ഒരു തീരുമാനം വേണം. അവരുടെ ഒരു ബോർഡിന്റെ തീരുമാനമോ അല്ലെങ്കിൽ ഇതിനെ മറികടക്കുന്ന ഒരു തീരുമാനമോ വേണം. അങ്ങനെ ഒരു തീരുമാനമോ ഇല്ലാതെ ചുമ്മാ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന കോടിക്കണക്കിന് രൂപ വിലയുള്ള സംഭവം യഥാർത്ഥത്തിൽ ഈ കൊടിമരത്തിന്റെ നിർമ്മാണം തന്നെ ഈ പറഞ്ഞ ഒരു പ്രൊസീജിയറും പാലിക്കാതെ ചുമ്മാ ഒരു പ്രശ്നം നടത്തുന്നു, എന്നിട്ട് കോൺക്രീറ്റ് ഉറുമ്പരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ അതിന്റെ പരിശോധനകൾ ഒന്നും നടത്തിയിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ ആധുനിക സംവിധാനം വെച്ചിട്ട് അകത്തെന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് സ്കാനറൊക്കെ വെച്ചിട്ട് ആ ഡാമേജുകളും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നതാണ്. അത്രമാത്രം ആധുനിക സങ്കേതമുള്ള സമയത്ത് അതൊന്നും നോക്കാതെ ഇവരിങ്ങനെ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊള്ള തന്നെയാണ്. കൊടിമരമായിട്ട് ബന്ധപ്പെട്ടെന്ന് നടന്ന ഏറ്റവും വലിയ കൊള്ള തന്നെയാണ് ഇത്. അതെന്തായാലും അയ്യപ്പൻ ഇപ്പൊ അതെല്ലാം പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ളതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. കാര്യം ഇവരുടെയൊക്കെ ക്രൈം എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഇവരൊന്നും കുറ്റക്കാരല്ല, ഇവർ ചെയ്യുന്നതൊക്കെ വളരെ ഭംഗിയായ കാര്യമാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ ദേവന്റെ അടുത്ത ആൾക്കാരാണ്, ദേവതുല്യരാണെന്നൊക്കെയാണ്. പക്ഷെ ഇവരിൽ കൂടെ ദേവന്റെ ചൈതന്യത്തെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കത്തക്ക രീതിയിലാണ് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ. അതിന്റെ ഉദാഹരണമാണ് ഇപ്പം ചന്ദ്രഗ്രഹണത്തിനൊക്കെ തന്നെ ഇത് ഇളക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. തികച്ചും ദുരൂഹമാണ് ഇവരുടെ ഇടപാടുകൾ. ശരിക്കും അത് അവര് ശിക്ഷ അർഹിക്കുന്നത് തന്നെയാണ്. ഇപ്പം മകരവിളക്കായിട്ടൊക്കെ തന്നെ അകത്തൊക്കെ കിടക്കുന്നെങ്കിൽ തന്നെ കാരാഗ്രഹത്തിൽ കിടക്കുന്നെങ്കിൽ തന്നെ ഇതുപോലത്തെ കാരണങ്ങൾ കൊണ്ട് തന്നെ അയ്യപ്പൻ തന്നെ മടുത്തിട്ടുണ്ട്. കാര്യം അത്രമാത്രം ദുഷ്പ്രവർത്തികളാണ് ഇവർ ഓരോ കാലഘട്ടത്തിലും കാണിച്ചിട്ടുള്ളത്. അതിന്റെ ഉത്തമമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, 24 കൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മഹേഷ് പണിക്കർ, ഇപ്പോൾ യോഗക്ഷേമ സഭയുടെ പ്രസിഡന്റ് PND നമ്പൂതിരി പറയുകയാണ് ഈ തന്ത്രിക്ക് വാജിവാഹനം നൽകിയത് ദേവസ്വം ബോർഡാണ്, പക്ഷേ തന്ത്ര സമുച്ചയത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഈ വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന്. ഇത് തന്നെയാണ് നേരത്തെ തന്ത്രി കണ്ഠരര് രാജീവർ പറഞ്ഞിരുന്നത്. തന്ത്ര സമുച്ചയത്തിലെ വ്യവസ്ഥകൾ പ്രകാരം തനിക്ക് ഇത് കൈവശം വയ്ക്കാനുള്ള അധികാരമുണ്ട് എന്ന്. എങ്ങനെ ആ കാര്യത്തെ കാണുന്നു? ഈ തന്ത്രസംശയം എന്നൊക്കെ പറയുന്ന ഏകദേശം 16-ാം നൂറ്റാണ്ടിലൊക്കെയുള്ള സമയത്താണ്. ആ സമയത്ത് നമ്മുടെ ഈ എന്താ പറയാ സ്വർണ്ണത്തിലുള്ള കൊടിമരമോ സ്വർണ്ണത്തിനുള്ള വാജിവാഹനം ഒന്നുമല്ല. അന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കവുങ്ങ് മരത്തിലാണ് ഈ പറഞ്ഞ കൊടിമരം വരിക. അതിന്റെ മേളിൽ മരം വെച്ചിട്ടുള്ള ഒരു വാഹനമാണ് ഈ പറഞ്ഞ
ഇത് വരിക. ആ മരത്തിന്റെ വാഹനത്തിന്റെ അവകാശം എന്നുള്ള രീതിയിലാണ് അത് പറയുക. മാത്രമല്ല ഈ തന്ത്രസംശയത്തിലൊന്നും ഈ കൊടിമരത്തിനെ സംബന്ധിച്ചോ കൊടിമരത്തിന്റെ മേളിലിരിക്കുന്ന വാഹനം ഇന്നകത്ത് കൊടുക്കണമെന്നൊന്നും പറയുന്ന ഒരു നിയമവും ഇല്ല. പിന്നെ ടോട്ടലി വിഗ്രഹങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. അതായത് ക്ഷേത്രത്തിന്റെ വിഗ്രഹം ചിലയാണെ ജലത്തിൽ നിബന്ധിക്കണമെന്നും ദാരുവാണെങ്കിൽ കത്തിച്ച് കളയണമെന്നും അല്ലെങ്കിൽ ലോഹമാണെങ്കിൽ ആ ലോഹം ഉരുക്കുക എന്ന് പറഞ്ഞൊരു വാക്കാരത്തെ പ്രധാനമാണ്. ഉരുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് മാറ്റാം. നമ്മൾ ആനക്കൊമ്പൊക്കെ നശിപ്പിക്കുന്ന പോലെ ആ ഒരു ഷേപ്പിൽ അത് മാറ്റി അത് കലശക്കുടമോ അല്ലെങ്കിൽ ദേവന്റെ എന്താ പറയാ മറ്റേ ചരബിംബങ്ങൾ, അതായത് നമ്മൾ ആറാട്ടങ്ങൾ ഉപയോഗിക്കുന്ന ബിംബങ്ങളോ അല്ലെ അതെന്തെങ്കിലും ദേവനുമായിട്ട് ഉപയോഗപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആ ഗ്രന്ഥത്തിലൊക്കെ പറയുന്നത്. അല്ലാണ്ട് തന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുപോകണമെന്നുള്ളതല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.